കൊലക്കേസിലെ പ്രതികളെ ഒരുമിച്ച് പാർപ്പിക്കരുതെന്ന ജയിൽ നിയമം മറികടന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ CPM അനുഭാവികളായ തടവുകാർക്ക് പ്രത്യേക സൗകര്യങ്ങളോടെയാണ് പാർപ്പിക്കൽ നടക്കുന്നുവെന്ന ആരോപണങ്ങൾ ശക്തമാകുന്നു. നിയമലംഘനം ചൂണ്ടിക്കാട്ടി ജയിൽ ഉദ്യോഗസ്ഥർ തന്നെ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും മേലധികാരികളിൽ നിന്നുള്ള നിലപാടുകൾ ഇക്കാര്യത്തിൽ കാര്യമായ നീക്കങ്ങളില്ലെന്നും ആരോപണങ്ങൾ ഉയരുന്നു. അഞ്ചലിലും ചെങ്കോട്ടുകോണത്തും നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിൽപ്പെട്ട പ്രതികളെ ഒരേ സെൽ ബ്ലോക്കിലോ അതിനു സമീപമുള്ള സെല്ലുകളിലോ പാർപ്പിക്കുന്നതോടെയാണ് ഇപ്പോഴത്തെ വിവാദത്തിന് തുടക്കമായത്. അഞ്ചലിൽ കോൺഗ്രസ് നേതാവ് നെട്ടയം രാമഭദ്രന്റെ കൊലക്കേസിലും ചെങ്കോട്ടുകോണത്ത് ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ കൊലക്കേസിലും പ്രതികളായവർ ഒരുമിച്ചാണ് ഇപ്പോൾ താമസിക്കുന്നത്. ജയിൽ നിയമപ്രകാരം ഒരേ കേസിലോ ബന്ധപ്പെട്ട കേസുകളിലോ പ്രതികളായവർ തമ്മിൽ ബന്ധം നിലനിർത്തരുത് എന്നതാണ് നിലപാട്. ഇത് പല ഘട്ടങ്ങളിലും വീണ്ടും ആവർത്തിച്ചുള്ള നിർദ്ദേശങ്ങളായി ജയിൽ വകുപ്പിനുള്ളിൽ നിന്നും വന്നിട്ടുള്ളതുമാണ്. എന്നാൽ ഈ ആരോപണമായി തന്നെ CPM പാർട്ടി നേതൃത്വം നൽകിയിരിക്കുന്ന അനുമതിയാൽ മാത്രമാണ് പ്രതികൾക്ക് ഇത്തരമൊരു സൗകര്യം അനുവദിച്ചിരിക്കുന്നതെന്നാണ് ചില ഉദ്യോഗസ്ഥരുടെ വാദം. ഉദ്യോഗസ്ഥർ നൽകിയ നിരവധി പരാതികൾക്ക് മറുപടിയായി പാർട്ടി നിർദ്ദേശപ്രകാരം എന്ന ഒറ്റ വാക്കിലാണ് പലതവണയും മേലധികാരികൾ പ്രതികരിച്ചിരിക്കുന്നതെന്നും ആരോപണമുണ്ട്. ഇതുമാത്രമല്ല, ചില പ്രതികൾക്ക് ബാഹ്യലോകവുമായി ബന്ധം പുലർത്താനുള്ള ഇടനാഴികൾ ജയിൽ വകുപ്പിന്റെ തന്നെ മുഖാന്തരം ഒരുക്കുന്നുവെന്ന് കൂടുതൽ ആക്ഷേപം ജനിപ്പിക്കുന്നതാണ്. കർക്കിടകവാവ് മഹോത്സവത്തിന്റെ ഭാഗമായി നഗരത്തിലെ ഗോശാലയങ്ങളിൽ നിന്ന് ചാണകം വാങ്ങാൻ എന്ന പേരിൽ 2 പ്രതികളെ ജയിൽ അധികൃതർ ജയിലിന് പുറത്തേക്ക് കൊണ്ടുപോയ സംഭവം വിവാദമായിട്ടുണ്ട്. ചില പ്രതികൾക്ക് പരോൾ അനുവദിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ജയിലിനകത്തുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നുണ്ട്. ഇതിലൂടെ പ്രതികൾക്ക് പുറത്തുള്ളവരുമായി നേരിട്ട് ബന്ധപ്പെടാനും പുതിയ ആസൂത്രണങ്ങൾ ഒരുക്കാനും അവസരമുണ്ടാക്കുന്നതായാണ് ആരോപണം. ഇത് നിയമപരമായി തെറ്റാണെന്ന് പരിഗണിച്ചിട്ടുണ്ടെങ്കിലും പ്രതികൾക്ക് മേലധികാരികളിൽ നിന്ന് ലഭിക്കുന്ന സഹനത കാണിച്ച സമീപനം ആ ഭാഗ്യമായി മാറുകയാണ്. പൊതുജന സുരക്ഷയെ നേരിട്ട് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ സർക്കാർ സംവിധാനത്തിന്റെ അവഗണനയോടെയാണ് കണക്കാക്കപ്പെടുന്നത്. ജയിലുകൾ എന്നത് കേന്ദ്ര സർക്കാരിന്റെ നിയമ നടപടികൾക്കും ആഭ്യന്തര സുരക്ഷയ്ക്കുമുള്ള പ്രധാന ഘടകമാണ്. എന്നാൽ രാഷ്ട്രീയ പിന്തുണയുള്ള തടവുകാർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുന്നതിലൂടെ നിയമ സുതാര്യതയ്ക്കും നീതിക്കുമുള്ള പൊതുശ്രദ്ധ തന്നെ അപഹൃതമാകുന്നു. നീതിയുടെയും സുരക്ഷതയുടെയും പേരിൽ ജനങ്ങളെ പ്രതിനിധീകരിക്കേണ്ട നിയമവ്യവസ്ഥ ഇവിടെ പ്രതികളെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ ഉപാധിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം നിയമലംഘനങ്ങളും അഴിമതിയുമായി ചേർന്ന രാഷ്ട്രീയ അധികാര ബന്ധങ്ങൾക്കെതിരെ വിമതമായി ഉയർന്നേക്കാം. തടവറകളിൽ പോലും നീതി വിചാരണയ്ക്ക് തർക്ക അർഹതയില്ലാത്ത രാഷ്ട്രീയ സംവിധാനങ്ങൾ ഉയരുന്നുണ്ടെങ്കിൽ അത് പ്രതിരോധം വളരാൻ ഇടയാക്കും. വിവിധതര രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും മനുഷ്യാവകാശ സംഘടനകളും ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടലുകൾ ആവശ്യമാണ്. പ്രത്യേകിച്ച് ആക്ഷേപങ്ങൾ ജയിൽ വകുപ്പിനുള്ളിൽ നിന്നു തന്നെ ഉയരുമ്പോൾ ആന്തരിക അന്വേഷണം മാത്രം മതിയാകില്ല. തുടർന്ന് വ്യക്തമായ ശിക്ഷാ നടപടികളും കാര്യമായ പൊതു റിപ്പോർട്ടുകളും പുറത്തു വരേണ്ടതുണ്ട്. അവസാനമായി, ജയിലുകൾ കുറ്റവാളികളെ സംരക്ഷിക്കാനുള്ള ഇടമല്ല, മറിച്ച് പുനരധിവാസത്തിന്റെയും പരിഷ്കരണത്തിന്റെയും കേന്ദ്രങ്ങളായിരിക്കണം.